ഇന്ന് എന്തൊക്കെയാണ് നൊയമ്പ് മുറിക്കാൻ സ്പെഷ്യൽ എന്നുള്ളത് കാണാം. പക്ഷേ എല്ലാവരെ പോലെ ഭയങ്കര വിശാലമായിട്ടൊന്നുമില്ല. നമ്മൾ സാധാരണക്കാരാണ്. അതുകൊണ്ട് കുറച്ചൊക്കെ ഉള്ളൂ. തീയലുണ്ടായിരുന്നു, പിന്നെ ഉള്ളത് തരിക്കഞ്ഞി ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ റാഗി വെച്ചിട്ട് ഇച്ചിരി കിണ്ണത്തപ്പം ഉണ്ടാക്കി, പിന്നെ ബീട്രൂട്ട് ജ്യൂസ് ഉണ്ടായിരുന്നു, കുറച്ച് സ്ട്രോബെറി ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതുണ്ടായിരുന്നു. പിന്നെ ഫൂലോബി എന്ന് പറയും, ഇവിടെ കോളിഫ്ലവർ വെച്ചിട്ട് ഒരു ചെറിയൊരു കറി പോലെ വെജിറ്റബിൾ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ കോളിഫ്ലവർ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഗ്രീൻ സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതെനിക്ക് വേണം, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സലാഡ്. പിന്നെ മോരുകറി ഉണ്ടായിരുന്നു, പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ കുറച്ച് ചോറും കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നീട് കഴിക്കില്ല, നൊയമ്പ് കുറിക്കുന്ന ആ ഒരു സമയത്ത് മാത്രമേ ആഹാരം കഴിക്കാറുള്ളൂ. പിന്നെ രാത്രിയിൽ അങ്ങനെ ആഹാരം കഴിക്കാറില്ല. ഇടയത്താഴത്തിന് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് എന്തെങ്കിലും കഴിക്കും. പിന്നെ ബീട്രൂട്ട് തോരനും ഒക്കെ ആയിരുന്നു ഉള്ളത്. പിന്നെ ഇവിടെ ചോറെന്ന് പറയുന്നത് നമ്മുടെ ബസ്മതി റൈസാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. സാധാരണ ചോറ് ഇവിടെ കിട്ടാറില്ല, അതിന് മേടിക്കുവാണെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവാണ്. ഇതൊക്കെയായിരുന്നു ഇന്നത്തത്.